27-ാം സങ്കീർത്തനം നമ്മെ ധൈര്യപ്പെടുത്തുന്ന സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നാം വായിക്കുമ്പോൾ ഓരോ വാക്യങ്ങളും നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമ്മെ ഉറപ്പിക്കുന്ന വാക്യങ്ങളാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭ ഭാഗത്ത് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അങ്ങനെ ദാവീദ് തൻ്റെ അനുഭവം ഈ സങ്കീർത്തനത്തിലുടനീളം വിവരിച്ചതിന് ശേഷമായി അതിൻ്റെ അവസാന വാക്യത്തിൽ 14-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക എന്നാണ്. ദൈവത്തിൽ നാം പ്രത്യാശ വയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ 2 ഗുണങ്ങളാണ് ഈ 14-ാം വാക്യത്തിൽ നാം കാണുന്നത്. അതായത്, ഒന്ന്, നമുക്ക് ധൈര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നു. രണ്ടാമത്, നമ്മുടെ ഹൃദയം ഉറച്ച അവസ്ഥയിലേക്ക് വരുന്നു. ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉറപ്പും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ധൈര്യവും. ഈ ഉറപ്പും ധൈര്യവും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധ്യമല്ല. പലതുകൊണ്ടും നാം പതറിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പതറിപ്പോയതായ സന്ദർഭങ്ങൾ ഒന്ന് വിചിന്തനം ചെയ്താൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ ഹൃദയം ഉറപ്പില്ലാത്തതായി തീർന്നതുകൊണ്ട്, നമ്മുടെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് നാം വല്ലാതെ നിരാശപ്പെട്ടു പോയി എന്നുള്ളതത്രേ. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ധൈര്യവും ഹൃദയത്തിൽ നല്ല ഉറപ്പുമുള്ളവരായി ജീവിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ ഉറപ്പും ധൈര്യവും എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ്. രണ്ടിനെയും വേർതിരിച്ച് മാറ്റി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വലിയവനായ ദൈവം ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവന്ന മോശയ്ക്ക് ശേഷമായി യോശുവയെ തിരഞ്ഞെടുക്കുമ്പോൾ യോശുവയോട് ദൈവം ആവശ്യപ്പെടുന്നത്, നീ നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക എന്നാണ്. അങ്ങനെ ഉറപ്പും ധൈര്യവുമുള്ളവനായി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തെ ഈ യോർദാൻ നദിയിലൂടെ നയിച്ചുകൊണ്ട് അക്കരെയുള്ള കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ അവരുടെ മുൻപാകെ യോശുവയ്ക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ക്രമമായി ചെയ്യണമെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കണം എന്ന് ദൈവവചനം അവിടെ യോശുവയോട് ആവശ്യപ്പെടുകയാണ്. നാം വായിച്ചതായ 27-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എന്നാണ്, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഇതെന്തൊരു വലിയ ധൈര്യമാണ് പ്രിയമുള്ളവരെ! ഇത്രയും ധൈര്യം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രയാസങ്ങളുടെയും മുൻപിൽ നാം ധൈര്യഹീനരായിത്തീരുന്നു. എന്നാൽ നമുക്ക് ധൈര്യം ലഭിക്കുവാൻ സാധിക്കുന്ന ഏക കാര്യം എന്താണ്? അതാണ് നാം 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുന്നതായ ഒരു വ്യക്തിക്ക് ഒരു സൈന്യം തൻ്റെ നേരെ പാളയമിറങ്ങിയാൽ പോലും ഭയപ്പെടാതിരിക്കത്തക്ക നിലയിലുള്ള ധൈര്യമുള്ള വ്യക്തിയായിട്ട് മാറുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തി നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുന്നു. അവരുടെ ഹൃദയം ഒന്നിൻ്റെയും മുൻപാകെ ഭയപ്പെടാതെ ധൈര്യത്തോടെ ആയിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് ഈ ധൈര്യമാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് ധൈര്യം ആവശ്യമാണ്. ദൈവവചനത്തിലുള്ളതായ ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നാം ഉറപ്പും ധൈര്യവുമുള്ളവരായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആകമാനം ഒരു വ്യത്യാസമുണ്ടാകുന്നു. യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നതായ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം നൽകുന്ന വചനത്തിൻ്റെ ഉറപ്പും
ആ ധൈര്യവും അങ്ങോട്ട് ലഭിക്കുമ്പോൾ ആ വ്യക്തിയിൽ പഴയ കാലത്തുണ്ടായിരുന്ന സകല ഭയവും വിട്ടുപോവുകയാണ്. അങ്ങനെ ക്രമേണ ഭയമെല്ലാം അങ്ങോട്ട് വിട്ടുപോയിട്ട് നല്ല ധൈര്യശാലികളായി നാം മാറുകയാണ്. ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ പ്രിയമുള്ളവരെ, പല ഭയങ്ങളും നമ്മെ പിടികൂടിയിരുന്നു. പലതിലും നാം വല്ലാതെ ഭയപ്പെട്ടിരുന്നു. പലതിൻ്റെ മുൻപാകെ നമ്മുടെ ധൈര്യമെല്ലാം ചോർന്നു പോയിരുന്നു. നാം സാധാരണ ലോകമനുഷ്യരെ പോലെ ഒരു പക്ഷെങ്കിൽ ആയിപ്പോയിരുന്നു. എന്നാൽ ദൈവവചനം പറയുകയാണ്, നിനക്ക് ധൈര്യവും ഉറപ്പും ലഭിക്കുന്നതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ്. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. 27-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്നെൻ്റെ ഹൃദയം പറയുന്നു. യഹോവയെ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഹൃദയത്തിനുള്ള ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ ധൈര്യവും. അങ്ങനെ ഉറപ്പും ധൈര്യവും ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല ഭാരങ്ങളും നീങ്ങിപ്പോകുന്നു, എല്ലാ ഭീതിയും അകന്നു പോകുന്നു. അങ്ങനെയുള്ളതായ ഒരു വ്യക്തി പറയുകയാണ് 27-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ ഇങ്ങനെ വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും എന്ന് ഞാൻ വിശ്വസിക്കണം. പലപ്പോഴും നമുക്കിത് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. ഈ നന്മ എന്ന് പറയുന്നത് എന്താണ്? യഹോവയുടെ നന്മ എന്ന് പറയുമ്പോൾ വലിയ സ്വത്തും സമ്പാദ്യങ്ങളും മണിമന്ദിരങ്ങളും ഒരുപാട് ഏക്കർ കണക്കിന് വസ്തു ഒന്നുമല്ല ഇവിടെ ദൈവവചനം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ഈ യഹോവയുടെ നന്മ എന്ന് പറഞ്ഞാൽ? 4-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ അതിന് 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. യഹോവയുടെ നന്മ എന്താണ്? ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോഴുണ്ടാകുന്നതിലുമുള്ള അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുന്നത് യഹോവയുടെ നന്മയാണ്. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നത് യഹോവയുടെ നന്മയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഈ നന്മയാണ് കാണേണ്ടുന്നത്. യഹോവ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നന്മ, വിലയേറിയ നന്മ, ജീവനുള്ളവരുടെ ദേശത്ത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നന്മ, യഹോവയായ ദൈവം നൽകുന്ന സന്തോഷവും സമാധാനവും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. ആ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതിലും വലിയ സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ആ ഒരു വലിയ സമാധാനം എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു. സമാധാനമില്ലാത്ത ഒരു ലോകത്തിൽ അനേകർ സമാധാനത്തിനു വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നതായ ഒരു വ്യക്തി സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഇന്ന് രാവിലെ നാം വായിച്ചതായ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യങ്ങൾ ഓർപ്പിച്ച് ഈ ധ്യാനചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും നിലയിൽ ജീവിതത്തിൽ ധൈര്യഹീനരായി തീർന്നിട്ടുണ്ടോ? ഏതെങ്കിലും നിലയിൽ ഹൃദയത്തിൻ്റെ ഉറപ്പ് നഷ്ടപ്പെട്ട് പലപ്പോഴും പലതിലേക്കും ചാഞ്ചാടി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്? ഒന്നിലും ഉറപ്പില്ലാത്ത, ദൈവവചനത്തിൽ ഉറപ്പോടെ വിശ്വസിക്കുവാൻ സാധിക്കാത്ത, പല പ്രയാസങ്ങളുടെ മുൻപാകെ പതറിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ദൈവവചനം നമ്മോട് പറയുകയാണ്, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഇന്നത്തെ ദിവസം ഈ ഉറപ്പും ധൈര്യമുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ഹൃദയം ഉറപ്പില്ലാത്തതായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ ധൈര്യഹീനരായി തീർന്നിട്ടുണ്ട്.
ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോരോ രംഗങ്ങളിൽ കർത്താവെ മതിയായ ഉറപ്പില്ലാത്തവരായി, ധൈര്യമില്ലാത്തവരായി, പലതിൻ്റെ മുൻപാകെ ഞങ്ങൾ ചിന്താക്കുഴപ്പമുള്ളവരായി പതറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങളെ കൈവിടാതെ കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന, ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഞങ്ങളെ ഉറപ്പിക്കുന്ന അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ജീവനുള്ളവരുടെ ദേശത്ത് അവിടുത്തെ നന്മ കാണുമെന്ന് വിശ്വസിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. അവിടുത്തെ നന്മയാകുന്ന ആ വലിയ സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ അങ്ങനെ ലഭിക്കുന്നവർക്കുണ്ടാകുന്ന സന്തോഷത്തിൽ അധികമായ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് നൽകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് അവിടുന്ന് നൽകുന്നതായ ധൈര്യവും അവിടുന്ന് അങ്ങനെയുള്ള ഹൃദയത്തിൽ നൽകുന്നതായ ഉറപ്പും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിത പന്ഥാവിൽ സന്തോഷത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ, ധൈര്യത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ഈ ഉറപ്പും ധൈര്യമുള്ളവരായി എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ ഉറപ്പ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അവിടുന്ന് നൽകി ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അങ്ങനെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.